ഈ സംശയത്തെ അതിജീവിക്കണം എങ്ങനെയാണ്? സകലത്തെയും അതിജീവിക്കും എന്ന് പറയണല്ലേ. അപ്പം എങ്ങനെയാണ് അതിജീവിക്കണത്? സ്നേഹം കൊണ്ടാണ് അതിജീവിക്കണത്. ഇപ്പോൾ ഒരു അമ്മയുടെ എളിയിൽ ഒരു കുഞ്ഞിരിക്കണം. അപ്പോൾ അത് അവിടെ നിന്ന് കളിക്കുകയും ചിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക, ഒരു പ്രശ്നവുമില്ല. പിന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും, നമ്മുടെ അരയിരുന്നുണ്ട്. കുഞ്ഞ് ബോധം അതിൻ്റെ താഴേക്ക് നോക്കുമ്പോൾ അതിന് ആഴങ്ങളെക്കുറിച്ച് ചിലപ്പോൾ ഒരു തെങ്ങിൻ്റെ മുകളിൽ കയറിയിരിക്കുന്ന പോലെയുള്ള ആഴങ്ങളായിരിക്കും കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം താഴേക്ക് നോക്കുമ്പോൾ കാണുന്നത്. പക്ഷേ കുഞ്ഞ് അവിടെ നിന്ന് അതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. എന്താണ് ഭയങ്കരമായ എൻ്റെ അമ്മേനെ താഴെ ഇടുകയോ ഇല്ലയോ എന്ന് കൊച്ചിന് സംശയമില്ല. സ്നേഹമാണ് ആ സംശയം മാറ്റുന്നത് കൊച്ചിൻ്റെ. പക്ഷേ കൈമാറിയൊന്നും എടുത്ത് നോക്കി, ഒരു അപരിചിതമായ സ്ഥലത്ത് വ്യക്തിയൊന്നും എടുത്തു നോക്കി, അപ്പം കൊച്ചിനെ നിലവിളിച്ച് വരും, കരച്ചിൽ വരും. അപ്പം ഇതിൽ വരുന്ന വെച്ചാൽ സംശയത്തെ നമ്മൾ വിശ്വാസത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും വരുന്ന ഈ മാങ്ങാണ്ടിയുടെ അത് പുഴു എന്ന പോലെയാണ് ഈ വിശ്വാസത്തിൻ്റെ ഉള്ളിൽ സംശയം വരണത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഈ മാങ്ങാണ്ടിയുടെ പുഴു എങ്ങനെയാണ് വേണ്ടത്? അത് പൂവായിരുന്ന സമയത്ത് തന്നെ മുട്ടയിട്ട് പോകുന്നത് കൊണ്ടാണ് അതിനകത്ത് നിന്ന് വളരണത്. ഇതുപോലെ വിശ്വാസത്തിൽ തന്നെയും വിശ്വാസം രൂപപ്പെട്ട് വരുന്ന കാലത്ത് തന്നെയും സംശയങ്ങളും രൂപപ്പെട്ടു വരും. അതുകൊണ്ടാണ് ഈ നിങ്ങൾ കുഞ്ഞുനാളിലൊക്കെ പിള്ളേരെ വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങൾ മുതിർന്നവർ വിശ്വാസത്തിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ കേൾപ്പിച്ചതൊന്നും സംസാരിക്കരുത്. കാര്യം എന്താണ്? അവർക്ക് അപ്പനും അമ്മയ്ക്ക് സംശയമാണെങ്കിൽ പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി സംശയം ഉണ്ടാകും. അപ്പോൾ അവരുടെ പൂ വിരിഞ്ഞ് വരുമ്പോൾ തന്നെ ആ സംശയത്തിൻ്റെ കണിക അതിനകത്ത് വീഴും. അപ്പോൾ വളർന്നു വരുമ്പോഴും അവർ ആ വിശ്വാസത്തിൽ സംശയം ഉണ്ടാകും. യോഗ്യന്മാരെ തിരിച്ചറിയാൻ എപ്പോഴും യോഗ്യമായ തീരുമാനത്തിൽ എത്തുന്നവരെ മത്സരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ അത് ചിലപ്പോൾ ചില ആൾക്കാർ കയ്യാങ്കളിലൊക്കെ കൊണ്ടുപോകും. പക്ഷെ നമ്മളിതൊക്കെ കുഞ്ഞുങ്ങളെ ഇരുന്നുകൊണ്ട് കെട്ടിയിരുന്ന് വിളിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഓർക്കും ഇതൊക്കെ ചുമ്മാ ആയിരിക്കുമെന്ന്. അങ്ങനെയല്ല, ഇതൊക്കെ ലൈഫിൻ്റെ ഭാഗമാണ്. പക്ഷെ കുഞ്ഞുങ്ങളെ കേൾപ്പിച്ചതൊന്നും സംസാരിക്കരുത്. കാര്യം അവരെ എപ്പോഴും നമ്മൾ അവിടെ ഉള്ളിൽ ഇപ്പോൾ ഈ മാങ്ങാണ്ടിടത്ത് എങ്ങനെ പുഴു വരുന്നത്? ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, എന്താ വരുന്നത്? പൂക്കുമ്പോൾ തന്നെ പരാഗണത്തിലൂടെ വരുന്നതാണത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു അവസ്ഥ കുഞ്ഞുങ്ങൾക്കുണ്ടായിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം.